കേരളത്തിലെ എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ താല്പര്യം ഗോപൻ സ്വാമിയെ കുറിച്ചാണ്. ഗോപൻ സ്വാമിക്ക് എന്ത് പറ്റി എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഗോപൻ സ്വാമിക്ക് എന്ത് പറ്റിക്കാണും? ഗോപൻ സ്വാമി ഇസ്ലാമിൻ്റെ കീഴിൽ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതായിട്ട് വരും. ഈ കുംഭമേള നടക്കുമ്പോൾ ലോകത്തുടനീളമുള്ള അല്ലെങ്കിൽ ലോകം മൊത്തവും വളരെ വലുതായിട്ട് കാണുക. സന്യാസിമാർ എത്രത്തോളം വലിപ്പത്തിലുണ്ടെന്നും സന്യാസിമാരെ മനസ്സിലാവാത്ത ഒരു രീതി, എന്താണ് ഇവരുടെ ശക്തി, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് തുല്യമായ ശക്തിയിൽ ഉള്ള ആൾക്കാരാണ് സന്യാസിമാരെന്ന് തെളിയിക്കത്ത രീതിയിലേക്കുള്ള സന്യാസിമാർ ലക്ഷക്കണക്കിന് വന്ന് പറയുന്ന കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നെയ്യാറ്റിൻകരയിൽ ഒരു ഗോപൻ സ്വാമി. ഈ ഗോപൻ സ്വാമിയെ നമ്മൾ അറിഞ്ഞ കഥ ശരിയാണെങ്കിൽ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഥ ശരിയാണെങ്കിൽ, കഴിഞ്ഞ ഉത്സവം കണ്ട് ഗോപൻ സ്വാമിക്ക് സമാധിയാവണമെന്ന് തോന്നി പോലും. സമാധിയാവണമെന്ന് തോന്നിയപ്പോൾ ഗോപൻ സ്വാമി പുള്ളി ഒരു സമാധി മണ്ഡപം കണ്ട് അവിടെ പണിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇദ്ദേഹം ഒരു ശിവക്ഷേത്രം കണ്ട് പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തളർന്ന് ഷുഗറും പിടിച്ച് പുള്ളി ആശുപത്രിയിലാണ്. വളരെ കാലമായിട്ട് പുള്ളി ഷുഗറിൻ്റെയും മറ്റ് കാര്യങ്ങളുടെയും ചികിത്സയിലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ട് ഇപ്പം അദ്ദേഹത്തിന് സമാധിയാവണമെന്ന് തോന്നി. അദ്ദേഹം സമാധിയാവാൻ പോയി ഇതിനകത്ത് കയറിയിരുന്നു. എന്നിട്ട് മോനെ അനുഗ്രഹിച്ചു. അതിനുശേഷം സമാധിയാക്കിയെന്നോ ഒക്കെ ഏതായാലും ഇപ്പോൾ അതിൽ വികാരമായി, ജാതിയായി, പ്രശ്നമായി. ഈ അദ്ദേഹത്തിൻ്റെ ഒരു മരണം നമ്മുടെ നാട്ടിൽ നടന്നാൽ ആ മരണം എങ്ങനെ, ഇപ്പോൾ ഈ സമാധി ആയാലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം, ഇതിന് വേണ്ടപ്പെട്ടവർ അറിയുന്നൊരവസ്ഥയുണ്ടല്ലോ. ഈ ഗോപാലസ്വാമി എന്ന് പറയുന്ന, അല്ലെ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ പതിപ്പിക്കുമ്പോഴാണ് അടുത്തുള്ള ആളുകൾ പോലും അറിയുന്ന ഒരവസ്ഥ വന്നത്. സംശയം പ്രകടിപ്പിക്കുന്നതിന് കുറ്റം പറയാനൊക്കത്തില്ല. അതിനകത്ത് നമ്മൾ അവിടെ SDP അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാരുണ്ടെന്നോ ഒക്കെ പറയുമ്പോൾ അവർ പോലും സംശയം പ്രകടിപ്പിച്ചാലേ നമുക്കത്, ഇതെല്ലാം നമ്മൾ ആവശ്യത്തിന് ഒരു ജാതിയും അല്ലെങ്കിൽ വർഗീയതയൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അതിപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ കാര്യത്തിലല്ല, ഈ SDP ഉപയോഗിക്കും. ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ ഇത് സമാധിയാണോ, സമാധിയാക്കിയതാണെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. കാരണം നമ്മൾ TV അകത്തൂടൊക്കെ കാണുമ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ ഭാഗമായിട്ട് ഇന്ന് ഗോപൻ സ്വാമിയുടെ ഭാര്യ സംസാരിക്കുന്നുണ്ട്, ഈ ഗോപൻ സ്വാമിയുടെ മകൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സംസാരത്തിനകത്തുനിന്നും നമ്മൾ വളരെ കാലം കൊണ്ട് പല മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരും പല ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുള്ളവരും പല ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുള്ളവരുമാണല്ലോ. ഒരു സൈക്കോ അല്ലെങ്കിൽ നോർമൽ ആൾക്കാർ പറയുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളും ഒന്നുമല്ല ഇവർ പറയുന്നത്. ഇവരുടെ രീതികൾ തന്നെ വ്യത്യാസമാണ്, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇതുപോലുള്ള മാനസിക വൈകല്യങ്ങളും മാനസിക രോഗങ്ങളും വരുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലാകുന്നതിന് ചില തെറ്റായ രീതിയിൽ നമ്മളെ നയിച്ചാൽ മതി, അല്ലെങ്കിൽ അതാണ് ശരി, ചില അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയാൽ മതി. അതിന് ഉദാഹരണമാണല്ലോ നമ്മുടെ കേഡർ ജിൻസൺ രാജൻ. അറിയാമോ? വളരെ കാലം മുമ്പ് ഒരു അമ്മയെയും അച്ഛനെയും, ഡോക്ടറാണ്, അമ്മൂമ്മയും കൊന്ന് പുള്ളി നേരിട്ട് സ്വർഗത്ത് വിട്ടതാണ്. കാരണം ആത്മാവിനെ മോചിപ്പിച്ചു. ഇപ്പോഴും അവൻ്റെ വിചാരണ തുടങ്ങിയിട്ടില്ല. അവന് 200 കോടി രൂപയുടെ ആസ്തിയുണ്ട്. അറിയോ? 200 കോടി രൂപയുടെ ആസ്തിയുള്ള ഈ ഡോക്ടർ, പ്രമുഖമായ 2 ഡോക്ടർമാർ. ഈ ഡോക്ടറിനെ പറ്റി എനിക്ക് ഏറ്റവും അറിയാവുന്ന എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ ഈ പറയുന്ന ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് തൊട്ട് അന്തർമുഖനായിരുന്നു. ഇവർ രണ്ടുപേരും. ഇവർക്ക് തന്നെ ഈ ചാത്തൻ സേവ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു വിശ്വാസം, ഈ ചാത്തൻ സേവ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിശ്വാസികൾ വളരെ കൂടുതലായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല, കൂടുതലായിട്ടുണ്ട്. ലോകത്തുടനീളമുണ്ട്. വളരെ രഹസ്യമായിട്ട് ആൻറ്റി ക്രൈസ്റ്റ് എന്നെങ്ങാണ് അതിൻ്റെ പേര്. രഹസ്യമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, ഒരു വീട്ടിൽ നിന്ന് 2 ഭാര്യയും ഭർത്താവും കൂടെ പോയി ഈ പറഞ്ഞതുപോലെ ഒരു 3-4-5 മാസം മുമ്പ് ആത്മഹത്യ ചെയ്ത് വേറെ ദൂര സ്ഥലത്ത് പോയി. എന്തോ മോശപ്പെട്ട ആൾക്കാരായിരുന്നു, വിദ്യാഭ്യാസം മോശമായിരുന്നു, സാമ്പത്തില്ലായിരുന്നു. അപ്പം അവരും സ്വർഗത്തോട്ട് പോവുക. അപ്പം ഈ പറയുന്നത് പോലെ ഇതേ രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ പുള്ളിയെ എന്തുവാ ശ്രീത്തെ സന്യാസിയും സമാധി എന്നൊക്കെ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തുവാണോ, അല്ലെ ബ്രഹ്മം എന്തുവാണോ, മറ്റുമൊക്കെ ഇത് വാക്കിലങ്ങ് പറയുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസ്ഥയും മറ്റു രീതികളുമൊക്കെ എന്തും വേണ്ടി ത്യാഗം സഹിച്ച് ജീവിക്കുന്നവരും അല്ലെങ്കിൽ എത്ര കാലം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു സംവിധാനമാണെന്നറിയോ. ഈ വിചാരിക്കുന്ന സമയത്ത് മനുഷ്യന് സമാധിയാവാൻ സാധിക്കുകയും അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ലയിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുമ്പോൾ പുള്ളി പറയുന്ന പോലെയൊക്കെ പറയും, ബ്രഹ്മത്തിൽ ലയിക്കാൻ പോയി ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തലയ്ക്ക് സുഖമില്ലാത്ത ഒരവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ സംഘടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു രീതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം ശരിയോ തെറ്റോ നിർത്തില്ല, ഇപ്പോൾ വാർത്തകൾ ഓരത്തില്ലേ, ഏതോ ഒരു ഓൺലൈൻ ചാനലിനകത്ത് മുമ്പ് ശ്രീജിത്തിൻ്റെ അടുത്ത് ചോദിച്ച പോലെ പറയുന്നത് കേട്ട്, ഈ സ്ലാബിൻ്റെ കീഴിൽ സാമി ഉണ്ടോയെന്ന് എങ്ങനെ അറിയുന്നേ? ഈ സ്ലാബ് പൊളിച്ചാൽ, ശ്രീജിത്തല്ലേ മുമ്പേ പറഞ്ഞു, സ്ലാബ് പൊളിച്ചാൽ ഭാര്യ ആത്മഹത്യ എന്ന് പറഞ്ഞു. സ്ലാബിൻ്റെ കീഴിൽ സാമി ഉണ്ടോ എന്ന് പൊളിച്ചു നോക്കണ്ടേ?
ഇത് സ്വാമി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ ഈ സംശയം വന്ന എങ്ങനെ ആൾക്കാർക്ക് സ്വാമി സമാധിയായ പോസ്റ്റ് കണ്ടാണ് അറിയുന്നത്. സ്വാമി വളരെ കാലമായിട്ട് അവിടെ അസുഖമായിട്ട് കിടക്കുകയാണ്. സ്വാമിക്ക് ഈ പറയുന്ന ദിവ്യ അനുഭവവും അല്ലെങ്കിൽ ദിവ്യ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സ്വാമി എന്തിനാ ആശുപത്രിയിൽ പോകുന്നത്? നമ്മൾ മനസ്സിലാക്കുന്ന പഴയ സന്യാസിമാരും അല്ലെങ്കിൽ അത്തരത്തിൽ ഉയരത്തിലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന അസുഖങ്ങളൊന്നും കാണത്തില്ല. യഥാർത്ഥത്തിൽ ആ അവസ്ഥയിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് വിശപ്പ് പോലും കാണത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ ശരീരമില്ല. ഈ ആത്മാവും ശരീരവും എന്നാണല്ലോ നമ്മൾ പറയുന്നത്. വിശപ്പും ഇല്ലാത്ത അവസ്ഥയെന്ന് വരുമ്പോൾ ആത്മാവ് മാത്രമായിട്ട് വരും. ആത്മാവിന് ഇവിടെ വിശക്കുന്നത് അതിന് എവിടെ വേണേലും അല്ലെങ്കിൽ ഏതവസ്ഥയിലും പോകാനൊക്കെ ഒക്കെ. നമ്മൾ ഈ സന്യാസിമാർ ഇപ്പോഴും അപ്രത്യക്ഷമാകുന്ന സന്യാസിമാരൊക്കെ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇരിപ്പിൽ നിന്ന് പ്രവൃത്തി ചെയ്തിട്ട് ഇപ്പോൾ ആ തലത്തിലൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഹിമാലയത്തിലുണ്ട്, അല്ലെങ്കിൽ ഹിമാലയത്തിൽ ഇപ്പോഴും അത്തരത്തിൽ ആയിരക്കണക്കിന് കൊല്ലം കൊണ്ട് തപസ് ചെയ്യുന്ന സന്യാസിമാരുണ്ടെന്നൊക്കെ പറയുന്നത്. അതിന് പകരം ഇവിടെ ഇയാൾക്ക് നേരത്തെ എന്തായിരുന്നു പറയും, ആദ്യമേ ഇദ്ദേഹത്തിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഈ നെയ്ത്ത് തൊഴിലാളിയെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടൊരു അവിടുത്തെ ചോട്ട് തൊഴിലാളിയായിരുന്നു. ഈ പണിയൊക്കെ ചെയ്യാൻ വയ്യാത്തവൻ വന്ന് അവിടെ ഒരു ശിവക്ഷേത്രവും പണിഞ്ഞ് അതിനകത്ത് പൂജയും തുടങ്ങി. ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ സമാധി ഇരിക്കാൻ തീരുമാനിക്കുന്ന ഇവൻ ഈ മണിയമ്പിള്ള സ്വാമി ഗോപൻ സ്വാമിയുടെ കാര്യത്തിനകത്ത് വ്യക്തത വരുത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ജാതിയും മതവും നോക്കേണ്ട കാര്യമില്ല. അത് SDP ക്കാരൻ പറഞ്ഞാലും PFI ക്കാരൻ പറഞ്ഞാലും ഒരാൾ സംശയം പ്രകടിപ്പിച്ചാൽ അതിനകത്ത് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഏത് സമാധിയായാലും ഏത് അവസ്ഥയിലായാലും ഇത് ആൾക്കാരെ ബോധ്യപ്പെടുത്തിയാണ് ചെയ്യാറുള്ളത്. ഇതിനെക്കാട്ടി വലിയ സ്വാമിമാരും സമാധികളും മറ്റേതും മറിച്ചതും ഒക്കെ ഒരു വർഗീയ പ്രശ്നത്തിലേക്ക് പോകുന്ന സംശയം കൊണ്ടാണ് ഇന്നലത്തെ കല്ലറ പൊളിക്കുന്നത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇന്നലെ കളക്ടർ വന്ന് കല്ലറ പൊളിക്കാൻ അല്ലെങ്കിൽ തഹസിൽദാർ കല്ലറ പൊളിക്കാൻ അനുവാദം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉണ്ട്. പക്ഷേ അതിനകത്തൊരു വർഗീയ പ്രശ്നം വരികയും അത് വേറെ തലത്തിൽ ഇടപെടുകയും ചെയ്തുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹത്തിന് പിന്മാറിയിട്ട് അതിനകത്ത് വേണ്ട രീതിയിലേക്കുള്ള ഇടപെടുക. കാരണം ഇന്നലെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇന്നലെ അവിടുത്തെ ഈ പറഞ്ഞതുപോലെ വർഗീയമായിട്ട് പോയി. ഹിന്ദുക്കളുടെ കാര്യമില്ലയോ, അന്നേരം വേറെ ജാതിക്കാരൻ ഇടപെട്ടിട്ട് എന്ത് കാര്യം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അത് വർഗീയമാക്കണ്ട. ഇത് മുതലെടുപ്പിൻ്റെ ഈ ജാതി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കകത്ത് മുതലെടുപ്പ് നടത്തുന്ന രീതിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പൊളിക്കേണ്ട വ്യവസ്ഥ. ഏതായാലും ഈ ഗോപൻ സ്വാമിയുടെ കാര്യം നമുക്കും അറിയണ്ടേ, ഇത് ഗോപൻ സ്വാമി സലാമിൻ്റെ കീഴിലുണ്ടോ, സമാധിയായതാണോ? ഇതിനകത്ത് ചില ഫോട്ടോസൊക്കെ വെളി വരുന്നുണ്ട്. കണ്ടായിരുന്നു ഇന്നലെ ഗോപൻ സ്വാമിയും ഈ സ്ലാബിനകത്ത് ഇരുത്തുമ്പോഴും ഗോപൻ സ്വാമി നല്ല വൃത്തിയായിട്ട് അനങ്ങുന്നുണ്ട്. ഏത് സ്വാമിയും സമാധിയായി പോകും സ്ലാബ് പിടിച്ചിട്ടാ. കുറേ നേരം കഴിയുമ്പോഴേ ഈ തന്നെത്താനെ നമ്മളായാലും നമ്മുടെ ശ്വാസം കിട്ടാതെ സമാധിയായി പോകുന്നില്ല. അങ്ങനെ സമാധിയായതോന്ന് അറിയണ്ടേ? ജീവനെയാണോ ഇത് വെച്ച് കാച്ചേക്കുന്നേ? അല്ലെങ്കിൽ ഇതിനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ സ്വാമിയുടെ കെയർ ഓഫിൽ ഈ മക്കളും ഇവരും എല്ലാം കൂടെ അങ്ങ് സ്വർഗത്ത് വിട്ടതാണെന്നൊക്കെ അറിയണ്ടേ? അങ്ങനെയൊക്കെ വരും. കാരണം നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ ഈ കേഡൽ ജിൻസൺ രാജൻ എന്ന് പറയുന്നവൻ്റെ വിശ്വാസം അതാ. അവൻ്റെ വിശ്വാസം അനുസരിച്ച് വിചാരിക്കുന്ന ഇത് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുക നമ്മുടെ ആത്മാവ് വിടുതലില്ലാതെ. അപ്പം ആ ആത്മാവിനെ അവൻ വിടുതൽ ഏർപ്പെടുത്തി വിടുമ്പോഴത്തേന് സ്വർഗത്തങ്ങ് പോവുക. അപ്പം അത് ചെയ്യുന്നത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ഈ പറയുന്നത് പോലെ അച്ഛനെയും അമ്മയും അമ്മൂമ്മയും അങ്ങനെ ചെയ്തു. അപ്പം അവൻ ഇപ്പോഴും ഈ മെൻ്റലി അല്ലെങ്കിൽ ഈ മാനസിക വൈകല്യം ഇപ്പോഴും ജയിലിൽ ഇതുവരെ മാറാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അത് മാറിയതിന് ശേഷമേ ഇവനെ വിചാരണ പോലും ചെയ്യാനൊക്കത്തുള്ളൂ. ആ രീതിയിൽ അതുപോലെ ഈ ഭീകരവാദികളുടെ അവസ്ഥ ഇത് തന്നെ. ഞാൻ ഒരു പ്രാവശ്യം ഒരു ഭീകരവാദിയെ പറ്റിയുള്ള ഒരു ചിത്രീകരണത്തിനകത്ത് 2 പേര് അവർ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അവരുടെ ജീവിതം ഇവിടെ അല്ലല്ലോ. ഈ വിശ്വാസം അനുസരിച്ച് സാധാരണ മുസ്ലിങ്ങളുടെ കാര്യമല്ല പറയുന്നത്. അവർ ഈ പറയുന്ന ഈ മാതിരിയുള്ള എല്ലാ ജാതിക്കകത്ത് ഇതുപോലെ അന്ധവിശ്വാസങ്ങളുള്ളവരുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മുസ്ലിങ്ങളല്ലാത്തവരെ അല്ലെങ്കിൽ ജിഹാദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരെ കൊല്ലുന്നതാണ് അവർക്ക് സ്വർഗം കിട്ടാൻ ഏറ്റവും പറ്റിയ വഴി. കാഫറുകൾ. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കാഫറുകളെ കൊല്ലാൻ വേണ്ടി ഇതുപോലെ സ്ഫോടനങ്ങളൊക്കെ തരപ്പെടുത്തിയിട്ട് അപ്പോൾ ഈ 2 ആൺപിള്ളേരും വലിയ വിദ്യാഭ്യാസമുള്ള അമ്മയും മാത്രമാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ ഇവർ 2 പേരും ബോംബെല്ലാം വെച്ച് കെട്ടി ഇതിനു വേണ്ടി തയ്യാറാവുന്നതിന് മുമ്പേ അപ്പം ഈ സ്ഫോടനം നടത്താൻ പോകുന്നതിന് മുമ്പ് ഈ തള്ളയുടെ കഴുത്തറത്തിട്ടാണ് പോകുന്നത്. അതവർക്ക് ഈ തള്ളയുടെ കഴുത്തറത്തിട്ട് പോകാന്ന് പറഞ്ഞാൽ തള്ളയെ സ്വർഗത്ത് വിടുക. അപ്പോൾ ഇവർ ഈ ബോംബ് സ്ഫോടനം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും തള്ള ഇവർ ചെല്ലുന്നതിന് മുമ്പേ അവിടെ വേണ്ടേ? അപ്പോൾ അല്ലെങ്കിൽ അവിടെ അതിൻ്റെ കാര്യങ്ങൾ ഒരുക്കാൻ. അപ്പം ഇതൊക്കെ എന്തോ ചെയ്യാനൊക്കെ ഈ രീതിയിലുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഏതായാലും ഈ ലോകത്തിനകത്ത് ഈ അന്ധവിശ്വാസം നമ്മൾ വിചാരിക്കുന്ന ഏത് മേഖലയിലുള്ളവരെയും ബാധിക്കാം. അതിനനുസരിച്ച് പിന്നെ അവൻ എന്തും ചെയ്യാം. അപ്പോൾ ആ ഒരു അവസ്ഥ ഉള്ളപ്പോൾ, ആ ഒരു രോഗമുള്ളപ്പോൾ, അത് എല്ലാ ജാതിക്കകത്തും ഉള്ളപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ നമുക്ക് വ്യക്തത വേണം. ഇനി ഇതുപോലുള്ള സമാധികൾ കൃത്യമല്ലെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കതിനകത്ത് ഈ പറയുന്ന നിയമപരമായിട്ടുള്ള നടപടികൾ നോക്കിക്കണ്ട് അതിൻ്റെ കാര്യങ്ങൾക്കൊരു തീരുമാനം നാളെ കാലത്തെ അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്താം.